എല്ലാവർക്കും ഇന്ന് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വാഴക്കൂമ്പ് കൊണ്ടൊരു കട്ട്ലറ്റാണ്. അതിനായിട്ട് 2 സവാള കുഞ്ഞായിട്ട് അരിഞ്ഞത്, 2 മുട്ട, വെളുത്തുള്ളി ചതച്ചത്, 1 കഷ്ണം ഇഞ്ചി ചതച്ചത്, 6-7 കഷ്ണം ബ്രെഡ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കട്ട്ലറ്റിനുള്ള കൂമ്പ് അരിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അത് കഴുകി വാരാൻ പോവുകയാണ്. 2-3 തവണ വെള്ളത്തിൽ കഴുകി വാരി അതിൻ്റെ കറയെല്ലാം കളഞ്ഞ് ഇഡ്ഡലി പാത്രത്തിലെ തട്ടിനകത്ത് വെച്ച് ആവി പുഴുങ്ങിയെടുക്കും. കൂമ്പ് 2-3 തവണ വെള്ളം ഒഴിച്ച് കഴുകി വാരിയിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പുപൊടി ചേർക്കുന്നു. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി ചേർക്കണം. ചേർത്ത് ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ച് ഈ ആവിയിൽ പുഴുങ്ങിയെടുക്കണം. 4 ബ്രെഡ് കൊണ്ട് മിക്സിയിലിട്ട് നല്ലതുപോലെ പൊടിച്ച് എടുക്കണം. 10 മിനിറ്റോളമായി വാഴക്കൂമ്പ് ആവി വരുത്താൻ വെച്ചിട്ട്. ഇപ്പോൾ അതൊന്ന് വെന്ത് സോഫ്റ്റായി വന്നിട്ടുണ്ട്. കട്ട്ലറ്റിന് ആവശ്യമായ മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാനടപ്പേ വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലോട്ട് കുറച്ച് ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും ഇട്ട് നല്ലതുപോലെ ഇളക്കണം. ഇളക്കി ബ്രൗൺ നിറമായി വരുമ്പോഴത്തേക്ക് 2 സവാള കുഞ്ഞായിട്ട് അരിഞ്ഞത് ഇട്ട് അതുകൂടെ നല്ലതുപോലെ ഇളക്കി ബ്രൗൺ നിറം ആവുന്നത് വരെ ഇളക്കി യോജിപ്പിക്കണം. ഉള്ളി വാടി വരുന്നുണ്ട്. അതിലോട്ട് അല്പം ഉപ്പും ക്യാപ്സിക്കം കൂടെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, ഗരം മസാലപ്പൊടി 1 സ്പൂണ്, കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി വഴറ്റിയെടുക്കണം. മസാലയുടെ പച്ച മണമൊക്കെ മാറിയിട്ട് ഇനി ഞാൻ അതിലേക്ക് പുഴുങ്ങി വെച്ച 2 ഉരുളൻകിഴങ്ങും കൂമ്പും കൂടെ ഇട്ട് മസാല നല്ലതുപോലെ പിടിക്കുന്നതിന് വേണ്ടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 2 ബ്രെഡും കൂടെ നല്ലതുപോലെ പൊടിച്ച് ചേർക്കുന്നുണ്ട്. ഇനി നമ്മളിത് ഒരു ചപ്പാത്തിയുടെ മാവ് കുഴയ്ക്കുന്നത് പോലെ നല്ലതുപോലെ ഇത് ഉരുട്ടിയെടുക്കാൻ നമുക്ക് പറ്റും. കട്ട്ലറ്റ് തയ്യാറാക്കുന്നതിനായിട്ടുള്ള മിക്സ് എല്ലാം നല്ലതുപോലെ പാകമായി കിട്ടിയിട്ടുണ്ട്. ബ്രെഡിൻ്റെ പൊടിയെല്ലാം കൂടെ ചേർത്തപ്പോൾ നമുക്കത് ഉരുട്ടി തയ്യാറാക്കുന്നതിന് എളുപ്പമാണ്. 2 മുട്ടയും കൂടെ തൊട്ട് പൊട്ടിച്ച് വയ്ക്കും. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇളക്കി വെക്കാം. ഇനി നമുക്ക് കട്ട്ലറ്റ് തയ്യാറാക്കാൻ തുടങ്ങാം. അതിനായിട്ട് നമ്മൾ ഉരുട്ടി വെച്ച മാവെടുത്ത് നമ്മൾ ചെറിയ ഉരുളയായിട്ട് ഉരുട്ടി എടുക്കാം. പരിപ്പ് വടയുടെയൊക്കെ ആകൃതിയിലും എടുക്കാം. അവരവർക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ഇത് എടുക്കാം. ഇനി നമ്മൾ മുട്ടയ്ക്കകത്ത് മുക്കി നമുക്കൊരു പ്ലേറ്റിനകത്തോട്ട് എല്ലാം എടുത്ത് വെക്കാം. അതിനുശേഷം നമുക്ക് 2 വശവും ബ്രെഡിനകത്ത് മുക്കിയതിന് ശേഷം എണ്ണയിലോട്ടിട്ട് തയ്യാറാക്കാം. ഇനി നമുക്ക് ഓരോ കട്ട്ലേറ്റ് എണ്ണയിലോട്ടിട്ട് നമുക്ക് എല്ലാം വറുത്ത് കോരിയെടുക്കാം. ഒന്നിച്ച് വറുത്ത് കോരിയെടുക്കാൻ പറ്റത്തില്ല. 2-3 തവണയായിട്ടേ നമുക്കിത് വറുത്ത് കോരിയെടുക്കാൻ പറ്റത്തുള്ളൂ. ഇത് ഒരുവിധമൊക്കെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് നമുക്കത് കോരിയെടുക്കാം. ഇത് പെട്ടെന്ന് റെഡിയാവും. കാരണം നമ്മളിതെല്ലാം വേവിച്ചതിന് ശേഷമാണ് എണ്ണയിലിടുന്നത്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി കിട്ടും. ഇങ്ങനെ നമ്മുടെ കൂമ്പ് കട്ട്ലറ്റ് തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുകയൊക്കെ ചെയ്യണം. ഇതിന് നല്ല ഗുണവും ആരോഗ്യത്തിനും നല്ലതാണ് കൂമ്പായതുകൊണ്ട്. എല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.